ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ ഈ ഫെബ്രുവരി 28 സയൻസ് ഡേ ആണല്ലേ. അപ്പോൾ സയൻസ് ഡേയുമായി ബന്ധപ്പെട്ട് മോൻ ഇന്ന് സ്കൂളിലേക്ക് ഒരു സ്റ്റിൽ മോഡൽ തയ്യാറാക്കി കൊണ്ടുവരാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സോഴ്സ് ഓഫ് വാട്ടറിലെ മെയിൻ ആയിട്ടുള്ള വെൽ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തൊരു കുപ്പി എടുത്ത ശേഷം നമ്മൾ കിണറിൻ്റെ ഏകദേശം ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളിതാ ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ A4 ഷീറ്റ് ഉപയോഗിച്ചിട്ടാട്ടോ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഡിസൈൻ വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ട് ഡിസൈൻ വരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഏകദേശം ഒരു ഡിസൈൻ നമ്മൾ ഇങ്ങനെ ഇഷ്ടിക കൊണ്ട് മതിൽ കൊട്ടില്ല, ആ ഒരു ഡിസൈൻ തോന്നിക്കുന്ന വിധത്തിൽ അങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗത്തായാലും മോൾ ഭാഗത്തൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കിണറിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടത് രണ്ട് പുറത്ത് ഒരു കാല് വേണമല്ലോ. അതിന് കാല് കുഴിച്ചിട്ടില്ല, ഒരു നമുക്ക് വെള്ളം കോരി എടുക്കണമെങ്കിൽ അതിനൊരു കാല് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കാട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഐസിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് എടുത്ത ശേഷം നമ്മളിതാ ഉള്ളിലേക്ക് പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മളൊരു അലുമിനിയത്തിൻ്റെ ഒരു പശ വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ അത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിലൂടെ ഒരു സ്റ്റിക്ക് വയ്ക്കണം. അതിന് നമ്മളിതാ പേപ്പറും കൊണ്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതിന് കപ്പി നട്ടോ പറയുക, നടുക്കിൽ നമ്മൾ വെള്ളം കോരി എടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തുന്നൽ മെഷീൻ്റെ ബോബിനാട്ടോ ഉപയോഗിക്കുന്നത്. ബോബിൻ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്താലും മതിയല്ലോ. അപ്പോൾ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബോബിൻ എടുത്തിട്ടുണ്ട്, അത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കിണർ കോരിയെടുക്കാനുള്ള രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊരു കളർ പേപ്പർ കൊണ്ട് ബക്കറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ബക്കറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതിന് വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു വെള്ള നൂലും കൊണ്ട് അതിന് കയറുണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോരിയെടുക്കാൻ പാകത്തിന് നമ്മളിതാ കിണറിന് വെള്ളം കോരിയെടുക്കാൻ പാകത്തിൽ ബക്കറ്റും കയറും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കിണറൊക്കെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് അടിഭാഗത്തൊരു പച്ചപ്പ് തോന്നിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇനിയൊരു അടിഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിലൊന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അടിയിലൊരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവുമല്ലോ, അതെടുത്ത ശേഷം അതിനെ ഒരു പച്ച കളർ പേപ്പർ കൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫെവിക്കോള് തേച്ച ശേഷം നമ്മൾ ഈ കിണർ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടത് അവിടെ ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്കതൊരു പച്ചപ്പ് രൂപത്തിൽ ആവുകയും ചെയ്യും. വേണമെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു കളർ പേപ്പർ കൊണ്ട് ഈ മരവും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനതൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ കിണർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് വാട്ടറായ കിണർ അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇത് ഇന്ന് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.